ഷെമിയേ പൈസ കിട്ടി വന്നപ്പോ റജാടെ വക മബ്രൂക്കൊക്കെ ഇണ്ടിട്ടാ. ഇത് പറഞ്ഞിട്ടെന്റെ മോളെ വല്ലാത്തൊരു നിയമങ്ങൾ. ഞാൻ പറയാ പെട്ടെന്ന് വല്ല ആസ്പത്രി കേസ് വന്ന് നമ്മളെടുത്ത് 1000-500 ഉണ്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ബസ്സിലായിക്കോട്ടെ കടയിലായിക്കോട്ടെ നമ്മ ചെന്നാ ചോദിക്കും ചില്ലറണ്ടാന്ന്. ഇപ്പൊ പൈസ കിട്ടിയ എങ്ങനെ 2000-ന്റെ നോട്ട് തന്നിട്ടുണ്ട്. അത് 2 പിന്നെ 2000-ന് 20-ന്റെ നോട്ടുകൾ തന്നിട്ടുണ്ട്. 500 ഇല്ല 100 ഇല്ല. എല്ലാത്തൊരു നിയമം. ഞാൻ പറയാ പണ്ടാറ കാല നിയമം പാസ്സാക്കിയിട്ട് ജപ്പാനി ചെന്നുത്തിരിക്കുക. ഈ കണ്ട ജനങ്ങളൊക്കെ കെടുന്നിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോണ മക്കൾക്ക് ബസ്സിൽ ചില്ലറ ഉണ്ടെങ്കിലേ കയറാൻ പാടുള്ളൂ, കടയിൽ ചില്ലറ ഉണ്ടെങ്കിലേ ഇറങ്ങാൻ പാടുള്ളൂ, മീകാനക്ക് ചില്ലറ ഉണ്ടെങ്കിലേ മീൻ തരുള്ളൂ. എന്താണൊരവസ്ഥ? എന്താ ഇപ്പം നമ്മളെ നാട്ടിൽ? നിങ്ങൾക്ക് പിന്നെ അങ്ങനത്തതൊന്നും അറിയണ്ടട്ടോ, അവിടെ ആയ കാരണം നിങ്ങളൊക്കെ രക്ഷപ്പെട്ട്. ഈ നാട്ടിൽ ജീവിക്കണൊരവസ്ഥ ചില്ലറന്നല്ല മോളെ. ബാങ്കിലാണ്ട് പോയി നോക്കിയാൽ വല്ല കല്യാണം പോലെ ബാങ്ക്. ഞാൻ പറയാം അവിടെ ഒരു വെട്ടിക്കട തുടങ്ങിയിട്ട് കുറച്ച് ജ്യൂസൊക്കെ വെള്ളമൊക്കെ വിൽക്കുകയാണെങ്കിലേ നല്ല ചിലവാ. ആൾക്കാർ തലകറങ്ങി വിൽക്കണോരു. ഞാൻ വെള്ളമൊക്കെ പോയിട്ട് തന്നെ പോയതിട്ടാ. വാട്സപ്പിൽ ഇങ്ങനെ കാണാം ബിസ്ക്കറ്റ് കൊണ്ടുപോകണം, മരുന്ന് കൊണ്ടുപോകണം, ഭക്ഷണം കൊണ്ടുപോകണം എന്നൊക്കെ. ആൾക്കാർക്കൊരു ഏത് തട്ടിയാൽ മതിയല്ലോ ഓരോ പ്ലേറ്റ് ഇറക്കാൻ.